IAS കേഡർ പോസ്റ്റുകളിൽ ആ കേഡർ സ്വഭാവം കൃത്യമായി പാലിക്കണമെന്നുള്ള കേറ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിധി വന്ന ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയ ഒരാൾ ബി അശോക് IAS ആണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ദീർഘകാലം നീണ്ട നിയമ പോരാട്ടത്തിൽ ഒരു വിജയം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ കാണുന്നു വിധിയെ? അല്ല, ഈ വിധി പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം നമ്മുടെ ഹർജിയിൽ ആകെ പറഞ്ഞത് IAS കേഡറിനെ ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കുന്ന ഓൾ ഇന്ത്യ സർവീസ് ആക്ടിന്റെ കീഴിലുള്ള ചട്ടങ്ങൾ പാലിച്ചേ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും മാറ്റം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അത് പരിശോധിക്കുന്ന ഒരു കോടതിക്കും ചട്ടം പാലിക്കേണ്ടെന്ന് പറയാൻ സാധിക്കില്ല. സർക്കാർ സ്ട്രെനുവസ് ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വാദിക്കാൻ സാധിക്കുകയില്ല, അസോസിയേഷന് കേസ് നടത്താൻ സാധിക്കുകയില്ല, ചട്ടം ഞങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുകയില്ല, ഇങ്ങനെയുള്ള വാദങ്ങളാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഉന്നയിച്ചത്. അതെല്ലാം തന്നെ വിശദമായിട്ട് കേട്ട് 112 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ കോടതി നിരാകരിച്ചു. ഞങ്ങളുടെ ഹർജി അനുവദിച്ചു. IAS കേഡറിന് ഇയർമാർക്ക് ചെയ്ത പോസ്റ്റുകളിൽ സേവനമനുഷ്ഠിക്കുന്ന യോഗ്യതയില്ലാത്ത വിരമിച്ച ആളുകളെയും അല്ലാത്തവരെയും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. അവർക്ക് ഇന്ന് പദവി നഷ്ടപ്പെട്ടു. ആ നിലയിലേക്കാണ് എത്തിയിരിക്കുന്ന കാര്യം. ഇന്ന് പദവി നഷ്ടപ്പെട്ട ആളുകളിൽ ഇപ്പോൾ നമ്മൾ കേഡർ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ എക്സൈസ് കമ്മീഷൻ അടക്കമുള്ളവർക്ക് സ്ഥാനം പോകും എന്നാണ്. ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ അല്ല, അദ്ദേഹത്തിന് CIT നീക്കിയിരിക്കുകയാണ്. അപ്പം താങ്കളുടെ സമീപകാലത്തെ 3 ട്രാൻസ്ഫറുകളും അതിൻ്റെയും കാര്യത്തിൽ ചട്ടം ലംഘിച്ച് ചെയ്തതുകൊണ്ട് അത് 3 ജനുവരിക്ക് ശേഷം എന്നെ ട്രാൻസ്ഫർ ചെയ്ത്, അപ്പോൾ ഞാൻ കേസ് നടത്താൻ പോയെങ്കിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ തീരുമാനിച്ചു. അതേ ചട്ടം ലംഘിച്ചുകൊണ്ട് ചട്ടം ഞങ്ങൾ ലംഘിക്കും എന്ന് കാണിക്കാൻ വേണ്ടി പെറ്റീഷനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. അത് 3 സ്വാഭാവികമായിട്ട് റദ്ദ് ചെയ്തു. ഒക്കെ കോടതി നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ നിയമ പോരാട്ടം സർക്കാർ ഉത്തരവുകൾക്കെതിരെ പ്രത്യേകിച്ച് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരാൾ കൂടിയാണ് താങ്കൾ. അപ്പോൾ ഇതൊരു വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയാണ്. അല്ലേ, നമ്മൾ വളരെ ലളിതമായൊരു കാര്യമേ പറയുന്നുള്ളൂ. IASനെ റേസ് ചെയ്തിരിക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ടിലും പാർലമെൻറ്റ് അംഗീകരിച്ചു കൊടുത്ത ചട്ടങ്ങളിലുമാണ്. ആ ചട്ടങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥനോ തോന്നുമ്പടി അതിന് മീതെ റൈഡ് ചെയ്യാനൊക്കില്ല. മിനിമം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.